ഇവിടെ പ്രേക്ഷകരെ അങ്ങനെ പൂജാ ബമ്പർ ലോട്ടറിയുടെ നറുക്കാണ് എടുത്തിരിക്കുന്നത്. JC325526 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റുകൾ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണ്ണോടിക്കുക. അതല്ല, മറന്നുപോയ ആളുകളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെടുത്ത ടിക്കറ്റുകൾ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സമയം കിട്ടുമ്പോൾ ഓടി എത്തി ആകാംക്ഷയോടുകൂടി കണ്ണോടിക്കുക. നിങ്ങളുടെ നമ്പരാണോ ഇത്? അതല്ല, ഇനി ഒരുപാട് അനുബന്ധ ടിക്കറ്റുകൾക്കും സമ്മാനങ്ങൾ, ചെറു സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓടിച്ചോടിച്ച് നോക്കുക. എന്തായാലും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നാളത്തെ മാതൃഭൂമി പത്രത്തിലും കാണും. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഓൺലൈനിലും അത് അപ്ഡേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്തായാലും കണ്ണൻ നായരിലേക്ക് പോവുകയാണ്. കണ്ണൻ, കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിക്കുന്ന സമയത്ത് ഓണം ബമ്പർ ആ സമയത്ത് വാർത്ത വായിച്ചത് ഞാനാണ്. ഇന്നിപ്പോൾ ഈ പൂജാ ബമ്പർ അടിച്ച സമയത്തും ആ വാർത്ത വായിക്കാനുള്ള ഭാഗ്യവും എനിക്കാണ്. കണ്ണൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷ. കാര്യം എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ സ്ഥിരം കൊല്ലത്തുള്ള ആളാണ്. എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ടിക്കറ്റ് എടുക്കണമെന്ന് കരുതിയിരുന്നതാണ്. പല സമയങ്ങളിൽ അതിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. എന്തോ ഭാഗ്യക്കേടാന്ന് കരുതുന്നു. എന്തായാലും നമ്മൾക്ക് ഇപ്പോൾ ജയകുമാർ ലോട്ടറിയിൽ നിന്ന് വിറ്റ ഒരു ലോട്ടറിക്കാണ് അതിൻ്റെ ഏജൻറ്റ് ഇവിടേക്ക് എത്തണം. ഏജൻറ്റ് ദിനേശ് എന്ന് പറയുന്ന ആളാണെന്ന് പറയുന്നത്. എന്തിയാ ദിനേശ്? എന്തി ഏജൻറ്റ് ഏജന്റ് എന്റെ അടുത്ത് ചോദിച്ചില്ല. എന്റെ ഏജന്റ് ഇവിടുത്തെ ഏജന്റ് വരാറായില്ലേ? എന്തി ജോമറിന് എന്തി ഏജന്റ് എന്തി? ജിനേഷ് കുമാർ സ്ഥിരം ആളിപ്പോ വരും. വിറ്റെന്നറിയോ? അത് പറയാറ്റ ഇതെല്ലാം സ്ട്രീറ്റ്സ് എല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് ആർക്ക് പോയി എങ്ങനെ പോയെന്നൊന്നും പറയാം. ജിനേഷിന്റെ കയ്യിലുണ്ടോ? അത് ഭാഗ്യമായാലും, കാരണം ഈ ടിക്കറ്റ് അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം എല്ലാവരും ഇതിനൊരു ഫാസ്റ്റ് മൂവിങ് ഇല്ലാത്തതുകൊണ്ട് സ്ലോ മൂവിങ് ആണ്. നമുക്ക് ഇങ്ങനെ വരുമ്പോഴേ എത്ര ആയിരിക്കും ഒരു കമ്മീഷൻ ഒരു സാധാരണ ഇതിന് വരിക? ഏജന്റിന് 12% ആയിട്ട് 12% ഏജന്റിനുള്ളത്. പിന്നെ ഏകദേശം ജിനേഷ് കുമാറിന് ലഭിക്കുന്നത്. പിന്നെ അത് ഇതിനകത്ത് വിൽപ്പന ലയിക്കുന്ന ആൾക്ക് ഏകദേശം ഒരു 5,63,00,000 രൂപ അടുപ്പിച്ച് ആൾക്ക് 6,30,00,000 താഴെ ഇതിനകത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ജിനേഷിനും കോളടിച്ചു, അതായത് ലോട്ടറി എടുത്ത ആളിനും കൂടി അടിച്ചു. 6,30,00,000 രൂപയ്ക്ക് അടുത്ത് കിട്ടാൻ പോവുകയാണ്. ആദ്യം ഒരു ടിക്കറ്റിൽ നിന്ന് ചെറിയൊരു തുകയാണ്. ആ തുക കൊണ്ട് ഏതാണ്ട് 6,30,00,000 രൂപ ഏതോ കൊല്ലത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത ഏതോ ഒരു ഭാഗ്യശാലിക്ക് തന്നെയാണ്. ഈ കടയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത, ജിനേഷിൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ഏതോ ഒരു ഭാഗ്യശാലിക്ക് തന്നെയാണ്. എന്തായാലും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ടിക്കറ്റ് ഇവിടെ നിന്ന് സമ്മാനം ലഭിച്ച് അറിഞ്ഞ് ഒട്ടേറെ ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ ആഘോഷത്തിൽ തന്നെയാണ്, വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഓരോ ആൾക്കാരും ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്കും തന്നെ ഇപ്പം ലഡു കൊണ്ട് തന്ന ചില സുഹൃത്തുക്കളൊക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. അവരൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവരെല്ലാം നോക്കാൻ വേണ്ടി പോകുന്നതാണ്. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ്. കണ്ണൻ എന്തായാലും അവിടെ മധുരമൊക്കെ കഴിച്ച് ഒന്ന് അന്വേഷിക്കുക ആരാണ് ഈ പറയുന്ന ദിനേശ് വിറ്റ ഏത് ടിക്കറ്റിനാണ്, അങ്ങനെ അല്ലെ ആർക്കാണ് വിറ്റത് എന്നെ സംബന്ധിച്ചൊക്കെ ചോദിക്കുക. നമുക്ക് വേഗം